നമസ്കാരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പ് ഫലമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ജനങ്ങൾ സർക്കാരിനെതിരെ വിധി എഴുതും എന്നാണ് കോൺഗ്രസുകാരുടെ പ്രചരണം ഉണ്ടായിരുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുമായിരുന്നു പ്രചരണം. എന്നാൽ ഫലം വന്നപ്പോൾ ചേലക്കരയിൽ കണ്ടതാകട്ടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വികാരവും. എന്നാൽ ഈ സാഹചര്യത്തിൽ മുന്നണികൾ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ ചില വസ്തുതകൾ പുറത്തു വരികയാണ്. വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ ശ്രമം അപ്പാടെ പാളിപ്പോവുകയാണ് ഉണ്ടായതെന്നും പ്രദീപ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ജനം നല്ലതുപോലെ ചർച്ചയ്ക്കെടുത്തു. അതെല്ലാം വിജയത്തിലേക്ക് നയിക്കാൻ സഹായിച്ചുവെന്നും പ്രദീപ് വ്യക്തമാക്കി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും നിയുക്ത MLA ആയ UR പ്രദീപ് വ്യക്തമാക്കി. ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് വോട്ടർമാരാണ് സൂചന നൽകിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് തെളിവ് സഹിതം വിശദ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ UDF ശ്രമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവില്ലാമല സ്വദേശിയായ സ്ഥാനാർത്ഥി ആയതിനാലാണ് BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാനായത്. അത്തരം വ്യക്തിപരമായ വോട്ടുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തി തന്നെ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ചേലക്കരയിൽ ഉന്നത വിദ്യാഭ്യാസ കോച്ചിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ കൈപിടിച്ച് ഉയർത്താനുള്ള ശ്രമം ഉണ്ടാകും. കാർഷിക മേഖല, റോഡ് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചേലക്കരയിൽ 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UR പ്രദീപ് വിജയിച്ചത്. 64,259 വോട്ടുകൾ ലഭിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ പ്രദീപ് തന്നെയായിരുന്നു മുന്നിൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ നടത്തി വന്ന വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു LDFന്റെ പ്രചാരണം. 2016 മുതൽ 2021 വരെ 5 വർഷം പ്രദീപ് ചേലക്കര MLA ആയിരുന്നിട്ടുണ്ട്. 2000 മുതൽ 2005 കാലയളവിൽ വരെ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. 2009-2011 ദേശമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു. 2022 മുതൽ സംസ്ഥാന പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിക്കുകയായിരുന്നു. അതേസമയം UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിന് 52,626 വോട്ടുകളാണ് ലഭിച്ചത്. BJPയുടെ K ബാലകൃഷ്ണനാകട്ടെ 33,609 വോട്ടുകളുമാണ് ലഭിച്ചത്. 1034 വോട്ടുകളാണ് നോട്ടയ്ക്ക് ലഭിച്ചത്.